Assalamu alaikum friends. Once again, welcome back to Hasna's Henna Hut. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൽ ഞാനൊരു പീകോക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബോട്ടിൽ ഒരു ബേസ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പീകോക്ക് ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ മിക്സ് ചെയ്തത് ബ്ലൂവും വയലറ്റും യെല്ലോവും ഗ്രീനും പിന്നെ വൈറ്റും ആണ് മിക്സ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ബേസ് കളർ ആദ്യം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ലൈറ്റ് ഗ്രീൻ കളർ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യെല്ലോവും ഗ്രീനും കൂടി മിക്സ് ചെയ്തപ്പോൾ കിട്ടിയൊരു ലൈറ്റ് ഗ്രീൻ കളർ ഇതുപോലെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ബോഡിയിൽ മാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ടോപ്പ് പോർഷനിൽ വേണ്ട. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ പീകോക്കിൻ്റെ ഫെദർ വരച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്പർ 1 ബ്രഷാണ്. അപ്പോൾ ലൈനർ ബ്രഷാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇത് വരക്കാൻ വേണ്ടി ഔട്ട്ലൈൻ വരക്കാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ കളറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനൊക്കെ വരച്ചെടുക്കുക ഗോൾഡൻ യൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കളറ് കൊടുത്തു തുടങ്ങാം. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു ഫെദർ വരക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന മയിൽപ്പീലൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് തോന്നൽ. അപ്പോൾ ഇതിൽ ഞാൻ ഈസി ആയിട്ടാണ് ഒരു മെത്തേഡിലാണ് വരക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു പെയിൻറ്റിംഗ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ വരച്ചിട്ടുള്ള ഹാർട്ട് ഷേപ്പിന് നമ്മൾ കൊടുക്കുന്നത് വയലറ്റ് കളറാണ്. അതിനുശേഷം അതിന് ചുറ്റിൽ വരച്ചിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിന് നമ്മൾ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ലെയറിന് നമ്മൾ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ നമ്മൾ 3 എണ്ണം വരച്ചെടുക്കണം. 3 എണ്ണമാണ് ടോട്ടൽ. അപ്പോൾ ഇനി 2 എണ്ണം കൂടി വരച്ചെടുക്കണം. 2 സൈഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 എണ്ണം വെച്ചിട്ട് 2 സൈഡിലായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഔട്ടർ ലെയറിൽ നമ്മൾ ഡാർക്ക് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മുടെ പീകോക്ക് ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡിയാണ്. ഇതിന് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.